ജോൺ ബ്രിട്ടാസ്, നോക്കൂ, ഇന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ താങ്കൾ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാരതരത്നം, അതുപോലെ ശരത് പവാറിൻ്റെ ക്ലോക്ക് ചിഹ്നം പോയി, ശിവസേനയ്ക്ക് ആ, അമ്പും വില്ലും പോയി, ഇ ഡി അടക്കമുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നു, ഗവർണർമാർ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷത്തെ ഞെരുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാമക്ഷേത്രം പ്രത്യേക പ്രമേയമായി പാർലമെന്റിൽ വരുന്നത്. എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഒരു യോജിച്ച നിലപാടെടുക്കാൻ കഴിയാതെ പോയത്? ഒരു യോജിച്ച നിലപാട് എടുക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. എൻ്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ ശക്തമായി പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ, ഒരു മതനിരപേക്ഷ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മതപരമായിട്ടുള്ള വിഷയം പാർലമെന്റിൽ ചർച്ചക്കെടുക്കുന്നത്. അത്തരമൊരു പ്രക്രിയയോട് നമുക്ക് യോജിപ്പില്ല. അതിൽ ഭാഗവാക്കാകുന്നത് നല്ലതല്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ബാക്കി ഓരോ പാർട്ടികളും അത് സംബന്ധിച്ച് തീരുമാനം എടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്ന കാരണം വെച്ചാൽ, ഇതൊരു കഴിയുന്നതും ഒരു സമന്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഒരു രീതി. രാവിലത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്തൊരു യോഗമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് എൻ കെ പ്രേമേന്ദ്രൻ ആ യോഗത്തിൽ അല്പം വൈകിട്ടാണെങ്കിലും വന്നിരുന്നു. ഞാൻ സംസാരിച്ചതിന് ശേഷം ഇ ടി മുഹമ്മദ് ബഷീറും എൻ്റെ ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. അത് മാത്രമല്ല, അത്തരമൊരു ചർച്ച ഒരിക്കലും ഒരു ഇന്നത്തെ ഇന്ത്യക്ക് ഗുണകരമാവില്ല. ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നുകൊടുക്കുന്നത് പോലെയായിരിക്കും അത്. മാത്രവുമല്ല, ഈ പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം ദീർഘിപ്പിച്ചത് ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായ സ്ഥിതിക്ക് ഇനി അതിനോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നതിൽ യാതൊരു ഒരു ന്യായവുമില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. ആ യോഗത്തിന് ശേഷം ഓരോ പാർട്ടി ഓരോ തീരുമാനം എടുത്തു. പക്ഷേ ഡി എം കെയും ടി എം സിയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാജ്യസഭയിൽ നിന്ന് വൈറ്റ് പേപ്പറിലെ ചർച്ച കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ് ചെയ്തത്. അവരൊന്നും അയോധ്യ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് നിലപാടാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ എങ്കിൽ പോലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് രാജ്യത്ത് സംജാതമാകുന്നത്. അതിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചിട്ട് അവരെ ഒരു കെണിയിൽപ്പെടുത്തുന്ന രീതിയിലാണ് ബി ജെ പി തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കെണിയിൽ വീഴരുത് എന്നുള്ള ഒരു ധാരണയാണ് എനിക്കും ഞാൻ പ്രദാനം ചെയ്യുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ പറഞ്ഞതുപോലെ ഡി എം കെ, ടി എം സി, ഇടതു പാർട്ടികൾ, മുസ്ലിം ലീഗ് ഇവരൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗ് അതിൽ ദുരൂഹത ആരോപിക്കുന്നു. അത് ദുരൂഹത തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു അനുഭവത്തിൽ, ഒരു 30-35 വർഷക്കാലത്തെ അനുഭവത്തിൽ, അതിന് മുമ്പുള്ള കാര്യത്തിലും ഇങ്ങനെ ഒരു വിഷയമൊന്നും ഒരിക്കലും പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷനായിട്ട് ചർച്ച ചെയ്യുകയാണ്. അത് മാത്രമല്ല, ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള വർഗീയ വെല്ലുവിളികൾ നടത്തുന്ന ആളാണ് സുധാംശു ത്രിവേദിയെ പോലുള്ള ആളാണ് ഈ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയത് മുതൽ അയോധ്യ അല്ലാതെ വേറൊരു വിഷയവും ബി ജെ പി കൈകാര്യം ചെയ്തിട്ടില്ല. യഥാർത്ഥ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മുഴച്ചു നിന്നത് അയോധ്യയാണ്. ബജറ്റിൽ പോലും മുഴച്ചു നിന്നത് അയോധ്യയാണ്. ബി ജെ പി അംഗങ്ങളുടെ സംഭാഷണത്തിൽ, പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് അയോധ്യയാണ്. മന്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ പ്രതിഫലിച്ചത് അയോധ്യയാണ്. അയോധ്യ മയത്തിൽ കൊണ്ട് ആണ് ഈ സമ്മേളനം തുടക്കം മുതലുണ്ടായിരുന്നത്. ഇനി അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു സ്ട്രക്ചേർഡ് ഡിസിഷൻ, ഒരു ചർച്ച കൂടി നടത്തിയിട്ട് പിരിഞ്ഞ് ഒരു രാമരാജ്യത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് ഒരു ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് യഥാർത്ഥത്തിൽ ദുരൂഹതയല്ല, അത് വളരെ പരസ്യമായ കാര്യമാണ്. ദുരൂഹത എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒളിച്ചല്ലല്ലോ, അവര് പരസ്യമായിട്ട് തന്നെയാണല്ലോ ഈ വിഷയം വന്നിരിക്കുന്നത്. അതായത് വേറെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് അതിനടിയിൽ അയോധ്യയുമായിട്ട് ഉള്ള ചർച്ച മുന്നോട്ട് പോയിരുന്നെങ്കിൽ ദുരൂഹത എന്ന് പറയാം. ഇത് ദുരൂഹതയില്ല. അവരുടെ അജണ്ട ഇതാണെന്നുള്ളത് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്കതിൽ സഹകരിക്കാൻ കഴിയാതിരുന്നത്. കോൺഗ്രസ് ആ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നിലപാടാണത്, അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതൊക്കെ രാജ്യം കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ ബി ജെ പിയുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ കരുക്കളാകണോ എന്നുള്ള ഒരു ചിന്ത ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനം ഉണ്ടാകും എന്ന് അമിത്ഷാ പറഞ്ഞത്.
നികേഷ്, യഥാർത്ഥത്തില് ഇവർക്കൊരു വർഗീയ അജണ്ടയല്ലാതെ വേറൊരു അജണ്ട ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെക്കാനില്ല. ഇപ്പൊ ഇന്ന് വെച്ച അല്ലെങ്കിൽ ഇന്നലെ ലോകസഭയിൽ ഇന്നലെ ഇരുസഭകളിലും വെക്കി, ഇന്നലെ ലോകസഭയിൽ നടന്ന ചർച്ച, ഇന്ന് രാജ്യസഭയിൽ നടന്ന ചർച്ച, വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 10 വർഷം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അവരുടെ വീഴ്ചയെ കുറിച്ച്. ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ഈ പറഞ്ഞ സ്വേച്ഛാധിപതികൾ വാഴുന്ന രാജ്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തെ പിരിച്ചുവിട്ടിട്ട് അട്ടിമറിയിലൂടെ ഒരു ഗവൺമെന്റ് വന്ന് അങ്ങനെ ഒരു ഗവൺമെന്റ് പോലും 10 വർഷത്തിന് മുമ്പ് ഉള്ള സംഭവത്തെ കുറിച്ച് നടത്തിയിട്ടുണ്ടോ? ഏറ്റവും രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ വാനോളം പുകഴ്ത്തി. തൊട്ട് പിറ്റേന്ന് അദ്ദേഹത്തിന്റെ മന്ത്രി ഈ പറഞ്ഞ മൻമോഹൻ സിംഗ് അധ്യക്ഷം വഹിച്ച UPA 1, 2 സർക്കാരുകളെ കരിമ്പട്ടിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറുമായിട്ട് രംഗത്ത് വരുന്നു. എന്തൊരു അപഹാസ്യമാണ് നോക്ക്. പിന്നെ ഭാരതരത്ന, ഇന്ത്യയിൽ ഭാരതരത്നയെ ആയുധവൽക്കരിച്ചതിന്റെ, തെരഞ്ഞെടുപ്പിന് വേണ്ടി ആയുധവൽക്കരിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ കർപ്പൂരി ഠാക്കൂറിന് കൊടുത്തു. തീർച്ചയായും നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ ജോൺ ബ്രിട്ടാസ്. Debate with MV Nikesh Kumar.